നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അല്ലടോ, റോഡ് വരും എല്ലാം ശരിയാവുന്നല്ലേ കഴിഞ്ഞ സീസണിലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഇപ്പം എന്താ ഈ കാണുന്നത്? റോഡ്രിക്ക് റെഡ് കാർഡും കിട്ടി. ഇതാ ബോറോ ഗ്ലിംറ്റിനെ പോലുള്ള ഒരു ടീമിനോടാണ് പൊട്ടിയിരിക്കുന്നത്. ഇതിനെന്ത് ന്യായീകരണം പറയും സിറ്റി ആരാധകർ? അതും ചില്ലറ തോൽവിയൊന്നുമല്ല, 3-1 തോൽവിയാണ്. 3-1 തോൽവി. റോഡ്രിക്ക് റെഡ് കാർഡ് കിട്ടി, പക്ഷെ അതിന് മുമ്പ് തന്നെ 3 ഗോളുകളും അയാൾ കളത്തിലുള്ളപ്പോൾ തന്നെ 3 ഗോളുകളും ബോഡോ ഗ്ലിംറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുക്കി ഒരു ഗോള് സിറ്റിക്ക് വേണ്ടി മടക്കി, ശരി. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 8 കളികളിൽ നിന്ന് എർലിംഗ് ഹാലൻഡിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഒറ്റ ഗോളാണ് അയാൾ അടിച്ചത്. ആ ഗോൾ മെഷീൻ ഓഫായി കഴിഞ്ഞിട്ടുണ്ട്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കിട്ടിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പ്രീമിയർ ലീഗിൽ തോൽപ്പിച്ചതിന് പിന്നാലെ ബോഡോ ഗ്ലിംറ്റ് 1-3 ഗോളുകൾക്ക് ഇതാ അവരെ UCL എടുത്തിട്ട് അലക്കിയിരിക്കുന്നു. കളിയിൽ ഹോവിൻ്റെ 2 ഗോളുകൾ 2 മിനിറ്റ് വ്യത്യാസത്തിലാണ് 2 ഗോളുകൾ അദ്ദേഹം നേടിയത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റി അടിപതറുന്നത്. പിന്നീട് ഒരു ഗോൾ കൂടി രണ്ടാം പകുതിയിൽ ബോഡോ ഗ്ലിംറ്റ് നേടുകയുണ്ടായി. റയാൻ ചെറുക്കി 60-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളും മടക്കി. നോക്കുക, ഈ മത്സരത്തിൽ സൂപ്പർ താരങ്ങൾ ഇറങ്ങിയിരുന്നു സിറ്റിക്ക് വേണ്ടിയിട്ട്. ചെറുക്കിയും എർലിംഗ് ഹാലൻഡും ഫിൽ ഫോഡനും ഒക്കെയാണ് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അതേസമയം മറുഭാഗത്ത് ജെൻസ് പീറ്റർ ഹോഗും അതുപോലെ അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റൊരു സ്ട്രൈക്കറായിട്ട് കാസ്പർ ഹോഗും ഒക്കെയാണ് ഇറങ്ങിയത്. അവർ തന്നെ കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്യുകയും ചെയ്തു. കളിയുടെ 22-ാമത്തെ മിനിറ്റിലാണ് കാസ്പർ ഹോഗിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. 24-ാമത്തെ മിനിറ്റ് അദ്ദേഹം 2ാമത്തെ ഗോളും നേടി സിറ്റിയുടെ മേൽ പരാജയത്തിൻ്റെ ആണി അടിച്ച് കഴിഞ്ഞിരുന്നു. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു ബോഡോ ഗ്ലിംറ്റ്. രണ്ടാം പകുതിയിൽ 58-ാമത്തെ മിനിറ്റിൽ ജെൻസ് പീറ്റർ ഹോഗിൻ്റെ ഗോൾ കൂടി പിറക്കുമ്പോൾ 3-0 കളി 1 മണിക്കൂർ പിന്നീട് മുമ്പ് 3-0 മുന്നിലായി കഴിഞ്ഞിരുന്നു ബോഡോ ഗ്ലിംറ്റ്. അതിന് പിന്നാലെയാണ് 2ാമത്തെ യെല്ലോ കാർഡ് കണ്ടിട്ട് റോഡ്രി പുറത്താവുന്നത്. ഏതായാലും അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പുറത്ത് പോക്കിന് തൊട്ട് മുമ്പ് റയാൻ ചെറുക്കിയുടെ വക ഒരു ഗോള് മാഞ്ചസ്റ്റർ സിറ്റി മടക്കി അടിച്ചിരുന്നു. 10 പേരായിട്ട് ചുരുങ്ങിയ സിറ്റിക്ക് പിന്നീട് കളി തിരികെ പിടിക്കാൻ പറ്റിയില്ല. ഈ കളി തോറ്റതോടുകൂടി 7ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ സിറ്റി വീണിട്ടുണ്ട്. 7 കളി 13 പോയിൻ്റ്. അപ്പോൾ ഇന്നത്തെ കളികളൂടി കഴിയുമ്പോൾ സിറ്റി ടോപ്പ് 8ൽ നിന്ന് താഴേക്ക് പോകാനുള്ള നല്ല സാധ്യത അവിടെ കാണുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള PSG പണി കൊടുത്തിട്ടുണ്ട് സ്പോർട്ടിങ്. ലൂയിസ് സുവാറസിൻ്റെ ഇരട്ട ഗോളുകൾ 2-1 സ്പോർട്ടിങ് PSG വീഴ്ത്തിയത്. സുവാറസിൻ്റെ ഇരട്ട ഗോളുകൾക്ക് മറുപടി കിച്ചേക്കാവസ്കലിയിലൂടെ ഒരു ഗോൾ കൊടുത്തു. പക്ഷേ PSG പരാജയം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.